हाय, नमस्ते बच्चों, कैसे हैं आप? लोगों के वेकेशन कैसे थे? क्या सभी को मज़ा नहीं आया? आज हमको एक नया पाठभाग पढ़ें। पाठभाग का नाम है सेंसार पुस्तक है। सेंसार पुस्तक है नामक पाठभाग पंडित जवाहरलाल नेहरू का अपनी बेटी इंदिरा प्रियदर्शिनी के नाम पत्र है। ए लेटर फ्रॉम ए फादर टू हिज डॉटर का एक अंश है। इसका अनुवाद हिंदी कहानी के सबसे सार्थक रचनाकार प्रेमचंद ने किया है। ഓക്കെ, അപ്പോൾ പ്രേംചന്ദ് അനുവാദകമാണ്. അനുവാദകം മീൻസ് ട്രാൻസ്ലേറ്റർ അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതിയ ലെറ്ററിൻ്റെ ഒരു ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. देखिए पेज नंबर 69। जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो. നമ്മുടെ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എഴുതാണല്ലേ. ജബ് എപ്പോഴാണോ തും മേരെ സാത്ത് രഹത്തി ഹോ, എപ്പോഴാണോ നീ എൻ്റെ കൂടെ താമസിച്ചിരുന്നത്, അപ്പോൾ അക്സർ മിക്കവാറും മുജ്സെ എന്നോട് ബഹുത്ത് സി വളരെയധികം ബാത്തേ കാര്യങ്ങൾ പൂച്ചാ കർത്തി ഹോ ചോദിച്ചിരുന്നു. मैं उनका जवाब देने की कोशिश करता हूँ. ഞാൻ ആ സമയത്ത് അതിൻ്റെ ജവാബ് മറുപടി പറയാൻ കോശിഷ് കർത്താഹും ശ്രമിച്ചിരുന്നു. നീ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചിരുന്നു. ലേക്കിൻ അബ് ജബ് തും മസൂരി മേ ഹോ और मैं इलाहाबाद में, हम दोनों उस तरह बातचीत नहीं कर सकते. എന്താ പറയുന്നത്? ലേക്കിൻ എന്നാൽ, അബ് ഇപ്പോൾ, ജബ് തും മസൂരി മേ ഹോ ഇപ്പോൾ നീ എവിടെയാണ്? മസൂരിയിലാണ്. മസൂരി മീൻസ് മസൂറി, കേട്ടില്ലേ? മസൂരിയിലാണ്. അതുപോലെ ഞാൻ എവിടെയാണ്? ഇലഹാബാദ് മേം ഇലഹാബാദ് മേ, ഞാൻ ഇലഹാബാദിലും. ഹം ദോനോം ഉസ് തരഹ് ബാത്ചീത് നഹീ കർ സക്തേ, നമുക്ക് രണ്ടു പേർക്കും പഴയ പോലെ സംസാരിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം അദ്ദേഹം ഇലഹാബാദിൽ ജയിലിലാണല്ലേ, അതുപോലെ മകൾ എവിടെയാണ്? മസൂറിയിലാണ്. അതുകൊണ്ട് നമുക്ക് പഴയതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. इसलिए मैंने इरादा किया कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में है. इसलिए ഇത് കാരണം മേനെ ഇരാദ കിയ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതായത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കി കബി കബി തുമയും, ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഈസ് ദുനിയാക്കി, ഈ ലോകത്തെക്കുറിച്ചും, ഉൻ ചോട്ടെ ബഡേ ദേശവും കി, ഇവിടുത്തെ അതായത് നമ്മുടെ ദേശത്തിലെ, നമ്മുടെ ലോകത്തിൻ്റെ ചെറിയ ചെറിയ ദേശങ്ങളെയും, ജോ ഈസ് ദുനിയാമേ, ഏതെല്ലാം ചെറുതും വലുതുമായ ദേശങ്ങളുണ്ട് അതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ചോട്ടി ചോട്ടി കഥായേൻ ലിഖ്ന കരും, അതുപോലെ തന്നെ ചെറിയ ചെറിയ ദേശങ്ങളെക്കുറിച്ചുള്ള കഥകൾ എഴുതണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലോകത്തെക്കുറിച്ചും ലോകത്തിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കഥകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തുമ്നെ ഹിന്ദുസ്ഥാൻ और इंग्लैंड का कुछ हाल इतिहास में पढ़ा है. നീ ഹിന്ദുസ്ഥാൻ और ഇംഗ്ലണ്ടിൻ്റെ, അതായത് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കുച്ച് ഹാൽ മീൻസ് വിവരങ്ങൾ, ഇതിഹാസ്മേം പഠാഹെ, അതായത് നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇംഗ്ലണ്ടിനെ കുറിച്ച് ഇന്ത്യയെക്കുറിച്ചിട്ടൊക്കെ ചരിത്രങ്ങൾ നീ വായിച്ചിട്ടുണ്ട്. പഠാഹെ വായിച്ചിട്ടുണ്ട്. ലേക്കിൻ എന്നാൽ, ഇംഗ്ലണ്ട് കേവൽ ഏക് ചോട്ടാ സാ ടാമ്പു ഹേ, എന്നാൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ടാമ്പു ഐലൻഡ്, ദ്വീപാണ്. और ഹിന്ദുസ്ഥാൻ ജോ ഏക് ബഹുത്ത് ബഡാ ദേശ് ഹെ, എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയൊരു ദേശമാണ് എന്നാണ് പറയുന്നത്. ഫിർ ബി ദുനിയാ കാ ഏക് ചോട്ടാ സാ ഹിസ്സ ഹെ, എന്നിട്ടും ദുനിയാക്ക ലോകത്തിൻ്റെ ഏക് ചോട്ടാ സാ ഏറ്റവും ചെറിയ ഒരു ഹിസ്സ, ഒരു ഭാഗം മാത്രമാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ദേശമാണ്, വലിയ രാജ്യമാണ്. എന്നാൽ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അഗർ എന്നാൽ തുമേ ഈസ് ദുനിയാക്ക കുച്ച് ഹാൽ ജാനക്ക ഷൗക്ക് ഹെ, തുമേം നിന്നിൽ ഈസ് ദുനിയാക്ക ഈ ലോകത്തെക്കുറിച്ചുള്ള എന്താണ്
കുച്ച് ഹാൽ ജാനേക്ക, അതായത് അവസ്ഥ അറിയുന്നത്, അതായത് വിവരങ്ങൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനുള്ള ഷൗക്ക് ഹേ, ആഗ്രഹം ഉണ്ട് എങ്കിൽ തുമേം സബ് ദേശോം കാ और उन सब जातियों का जो उसमें बसी हुई है. എന്താ പറയുന്നത്, നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീ സബ് ദേശവും എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉൻ സബ് ജാതിയും അവിടെയുള്ള എല്ലാ ജാതികളെക്കുറിച്ചും ഇസ്മേം ബസി ഹുയി ഹെ, അതായത് അവിടെ വസിക്കുന്ന ബസി ഹുയി സബ് ജാതിയോക്കോ എന്താ പറയുക അറിയണം എന്നാണ് പറയുന്നത്. ധ്യാൻ രഗ്ന പഠേക, ശ്രദ്ധയോടെ പഠിക്കണം. അതായത് ലോകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, സബ് ദേശവും എല്ലാ ദേശങ്ങളെക്കുറിച്ചും അവിടെ വസിക്കുന്ന ജനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാൻ രഗ്ന പഠേക, ശ്രദ്ധയോടുകൂടി അവിടെ വസിക്കുന്ന ജനങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടെ പഠിക്കണം. എല്ലാ ജാതി മതവും എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നാണ് പറയുന്നത്. കേവൽ ഉസ് ചോട്ടേ സേ ദേശ കാ നിഹിം ജിസേ തും പൈദാ ഹുയി ഹോ, കേവലം അല്ലാതെ എന്താണ്, കേവലം ഉസ് ദേശ് ഉസ് ഏക്ക് ചോട്ടേ സേ ദേശ കാ, അല്ലാതെ നാം എന്ത് ചെയ്യണം, ചോട്ടെ അതായത് ചെറുതായ ദേശം മാത്രമല്ല, അതായത് നാം ഒരു ചെറിയ രാജ്യത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, അതായത് ദേശിക്കാ നഹീൻ ജിസ്മീൻ തും പൈദാ ഹുയി ഹോ, ഏത് ദേശത്തിലാണോ നമ്മൾ ജനിച്ചത് ആ ഒരു ചെറിയ ദേശത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വസിക്കുന്ന ചെറിയ ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, നമ്മളെ ലോകത്ത് കാര്യങ്ങൾ മുഴുവനും നമ്മൾ അറിയണം അല്ലേ, അറിയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഇതിലൂടെ. ओके, नेक्स्ट पैराग्राफ देखिए. मुझे मालूम है कि इन छोटे छोटे गत्तों में मैं बहुत थोड़ी सी बातें ही बदला सकता हूँ. ഈ മുझे മാലൂം ഹെ, എനിക്കറിയാം, ഇൻ ചോട്ടെ ചോട്ടെ ഗത്തോമേ, ഈ ചെറിയ ചെറിയ കത്തുകളിലൂടെ മേം ബഹുത്ത്, എനിക്ക് വളരെ ഥോഡീസി അല്പം കാര്യങ്ങൾ മാത്രമേ ബദലാ സക്താഹും പറയാൻ കഴിയുകയുള്ളൂ എന്ന് മുझे മാലൂം ഹെ, എനിക്കറിയാം. ലേക്കിൻ എന്നാൽ മുझे ആശാ ഹെ കി, എനിക്ക് ആഗ്രഹമുണ്ട്, ഇൻ थोड़ी सी बातों को भी तुम शौक से पढ़ोगी. എന്താണ് ആഗ്രഹമുള്ളത്, ഇൻ ബാത്തോം കോ, ഈ കാര്യങ്ങളെ തും നീ ഷൗക്ക് സെ, അതായത് ആഗ്രഹത്തോടെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ ഇഷ്ടത്തോടു കൂടി നീ പഠിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. സമച്ചോക്കി, അതുപോലെ മനസ്സിലാക്കണം. കി ദുനിയ ഏക്ക് ഹെ, ലോകം എന്നുള്ളത്, വേൾഡ് എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. और दूसरे लोग जो इसमें ആബാദ് ഹെ ഹമാരെ ഭായി ബഹൻ ഹെ, അതായത് ലോകം ഒന്നുള്ളൂ, അതുപോലെ തന്നെ എന്താണ് അവിടെ വസിക്കുന്ന ജനങ്ങൾ അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്, ദുനിയായേക്ക് ഹേ, ലോകം ഒന്നുള്ളൂ. അവർ ദൂസരേ ലോക്, അവിടെയുള്ള ദൂസരെ മറ്റുള്ള ജനങ്ങളൊക്കെ ജോ ഇസ്മയും ആബാദ് ഹേ, ഇവിടുത്തെ വസിക്കുന്ന ആൾക്കാരാണ്. അവിടെ മറ്റുള്ള ജനങ്ങളൊക്കെ വസിക്കുന്നുണ്ട് അല്ലേ, അവരൊക്കെ എന്താണ്, ഹമാരെ ഭായി ബഹൻ ഹേ, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളത് നീ മനസ്സിലാക്കണം. ജബ് തും ബഡി ഹോ ജാവോഗി തോ तुम दुनिया और उसके आत्मियों का हाल मोटी मोटी किताबों में पढ़ोगी. അതുപോലെ തന്നെ നീ എന്ത് ചെയ്യും, വലുതാകുമ്പോൾ, നീ ബഡി ഹോ ജാവോഗി തോ, വലുതാവുമ്പോൾ, തും ദുനിയ, നീ ലോകത്തെയും അതുപോലെ ഉസ്കെ ആത്മിയോ, അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചൊക്കെ, ജനങ്ങളുടെയൊക്കെ ഹാൽ വിവരങ്ങൾ എന്താണ്, മോട്ടി മോട്ടി കിതാബും പഠിക്കും, വലിയ വലിയ പുസ്തകങ്ങളിലൊക്കെ നീ പഠിക്കും വലിയ ആളാവുമ്പോൾ അല്ലേ. ഇതൊക്കെ വലിയ ആളാവുമ്പോൾ പുസ്തകങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങളിലൊക്കെ ഈ ജനങ്ങളെക്കുറിച്ചും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്ക് പഠിക്കാനുണ്ടാവും. ഉസ്മേ തുമേം ജിത്തന ആനന്ദ് മിലേഗ ഉത്തന കിസി കഹാനിയ ഉപന്യാസ് മേം ബി ന മിൽ ഹോക. എന്താ പറയുന്നത്, ഉസ്മേം അതിൽ, തുമേം ജിത്തന ആനന്ദ് മിലേഗ അതിലൊക്കെ നിനക്ക് എത്രത്തോളം ആനന്ദം കിട്ടും, ഉത്തന അത് അത്രത്തോളം തന്നെ, കിസി കഹാനിയ ഉപന്യാസ് ഏതെങ്കിലും കഹാനിയോ ഉപന്യാസമോ ലേഖനങ്ങളോ ഒന്നും നിനക്ക് കിട്ടില്ല. അതായത് നമ്മൾ ഏതെങ്കിലും കഥകളും നോവലൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന അതിനേക്കാളും എന്ത് കിട്ടും, ഈ ജനങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നീ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിനക്ക്
അതിൽ നിന്ന് എന്ത് കിട്ടും? ആനന്ദം കിട്ടും എന്നാണ്. അതിലൂടെ ലഭിക്കുന്ന ആനന്ദം നോവലിലോ കഥയോ പോലും കിട്ടില്ല. അത്രയും നല്ല ഗുണപാഠങ്ങളോ ഒക്കെ ഉള്ളതായിരിക്കും നമ്മുടെ ലോകത്തെക്കുറിച്ചും അതുപോലെ അതിലെ വ്യക്തികളെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ടീച്ചർ ഈ 2 പാരഗ്രാഫ് എടുക്കുന്നുള്ളൂ. വായിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ മീനിങ് ഒക്കെ എഴുതിയെടുക്കുക. ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അതും നോക്കി എഴുതി ആൻസറൊക്കെ സെൻഡ് ചെയ്യുക. ഓക്കെ.